ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒത്തിരി സ്വാഗതം. അപ്പം ഇന്ന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പരിചയപ്പെടാം അല്ലേ. അപ്പൊ നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് എക്സാം വരുന്നത്. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാര് ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും റെഡി അല്ലേ? അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ പറയാണ്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ ഗണിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് സംഖ്യാ കാർഡുകൾ തന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. അതിൽ എന്താ വരിക എന്ന് വെച്ചാൽ നമുക്ക് എന്ത് തരും, ഒരു 4 സംഖ്യാ കാർഡുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് ആ സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ നാലക സംഖ്യ ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും വലിയ നാലക സംഖ്യ ഏതാണ് എന്നുള്ള രീതിയിൽ എന്ത് വരാം, ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ഈ അടുത്ത ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചർ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ള സ്കൂളുകളിലെ LP ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത്തരത്തിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സംഖ്യാ കാർഡുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ടീച്ചർ ഇവിടെ 4 സംഖ്യാ കാർഡുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് കാർഡുകൾ? 3, 0, 4, 5 കേട്ടോ. 4 സംഖ്യാ കാർഡുകളുണ്ട്. എന്നിട്ട് മക്കളടുത്ത് ഇതുപോലെ 4 കാർഡുകൾ തന്നിട്ട് ചോദിക്കും, ഈ 4 കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണെന്ന്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, നമുക്ക് ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 3045 അല്ലേ. 3045 ഇതല്ലേ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ. ഇത് ഉപയോഗിച്ച് ടീച്ചർ വേറൊരു സംഖ്യ ഉണ്ടാക്കുക, 3405. ഇതാണോ ചെറുത്? ഏതാണ്? 3045 ആണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക കേട്ടോ. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, അതുപോലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിൽ സംഖ്യാ കാർഡുകൾ തന്നുകൊണ്ട് മക്കളടുത്ത് ചോദിക്കും കേട്ടോ. പിന്നെ മക്കൾക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതാനായിട്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ടീച്ചർ ഇവിടെ ഒരു നാലക്ക സംഖ്യ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 4205 അല്ലേ. 4205 എന്ന് പറയുന്ന സംഖ്യ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതാനായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം മക്കളെ? ഇവിടെ നോക്കിക്കേ, 4205 1, 4205 1. ആ സംഖ്യ അത്രയും ചേർന്നാൽ എത്രയാണ് മക്കളെ വരിക? 4205 ആണ് വരിക അല്ലെ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 4000 20 10 5 1. 4000 20 10 5 1. ഏത് നമുക്ക് കിട്ടും? 4205 എന്ന് കിട്ടും അല്ലെ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 4205 ഒന്നുകൾ എന്ന് എഴുതാം അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 4000 200 5 ഒന്നുകൾ അല്ലേ. അപ്പം ഇതേ രീതിയിൽ ഈ 4 രീതിയിലും എന്ത് ചെയ്യുക മക്കൾ, ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ തന്നാൽ എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. 4 രീതി അല്ലെങ്കിൽ ഒരു 3 രീതിയിലെങ്കിലും എഴുതാനായിട്ട് മക്കൾ പഠിക്കുക. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ഒരു ആനുവൽ എക്സാം കഴിഞ്ഞ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഇത്തരത്തിലൊരു നാലക്ക സംഖ്യ തന്നുകൊണ്ട് നമ്മളടുത്ത് ഇങ്ങനെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കാം. പിന്നെ മക്കൾക്ക് ഈ നാലക്ക സംഖ്യകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 2 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ഥാനവില എത്രയാണ്? ഈ 4205 എന്ന് പറയുന്ന സംഖ്യയില് 2ന്റെ സ്ഥാനവില ഏതാണ് മക്കളെ? നമുക്കറിയാലേ, സ്ഥാനവില എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. ഇത് ഏതാണ് സ്ഥാനം? 1ന്റെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, 1000ന്റെ സ്ഥാനം. അപ്പൊ ഈ 2 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ഥാനവില എത്രയാണ് മക്കളെ? 100 ആണ് അല്ലെ. 100ന്റെ സ്ഥാനത്താണ് ആ ഒരു സംഖ്യ ഉള്ളത്. അടുത്ത നോക്കിക്കോ മക്കളെ, എങ്കിൽ 5 ഏത് സ്ഥാനത്താണുള്ളത്? 1ന്റെ സ്ഥാനത്താണുള്ളത് അല്ലെ. 4 ഏതിന്റെ സ്ഥാനത്താണുള്ളത്? 1000ന്റെ സ്ഥാനത്താണുള്ളത് അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ സംഖ്യയുടെയും സ്ഥാനവില ഏതാണെന്ന് എന്ത് ചെയ്യുക മക്കളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്തരത്തിൽ നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് അല്ലെ. 4 സംഖ്യാ കാർഡുകൾ തന്നിട്ട് അത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വലിയ സംഖ്യയോ ചെറിയ സംഖ്യയോ ഒക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ 4 സംഖ്യകൾ തന്നിട്ട് അതിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് പറയാം. സ്ഥാനവില ചോദിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. മക്കൾ എന്ത് ചെയ്യാം,
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചധികം ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ അതിലെങ്ങനെയാന്ന് വരിക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത രൂപങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? വൃത്തം, ത്രികോണം, ചതുരം, സമചതുരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വ്യത്യസ്ത രൂപങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഈ രൂപങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ തരും. എന്നിട്ട് ഓരോ രൂപം എത്ര എണ്ണം വീതമുണ്ട് എന്ന് എണ്ണി എഴുതാനായിട്ട് ആദ്യം നമ്മളെടുത്ത് പറയും. അപ്പം വൃത്തം അതുപോലെ തന്നെ ത്രികോണം ഒന്നും മക്കൾക്ക് വലിയ പ്രശ്നമില്ല, നമ്മൾ കുഞ്ഞു ക്ലാസ്സിന് മുന്നിലേ നമ്മൾ ചെയ്തു വരുന്നതാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള രൂപങ്ങൾ കണ്ടാൽ മക്കൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. പക്ഷേ ചില കൂട്ടുകാർക്ക് ചതുരവും സമചതുരവും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ചതുരം എന്ന് പറയുമ്പോൾ സമചതുരം എന്ന് പറയുന്ന സമയത്തും എന്ത് മാറ്റാനുള്ളത്, സമചതുരത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അതിന്റെ 4 വശങ്ങളുടെ നീളവും എന്തായിരിക്കും മക്കളെ? തുല്യമായിരിക്കും അല്ലേ. 4 വശങ്ങളുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ രൂപങ്ങളുടെയൊക്കെ പ്രത്യേകതകളും മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 4 രൂപങ്ങളും ചേർത്തുകൊണ്ട് ഒരു ബോട്ടിന്റെ എങ്ങാനും പിക്ചറായിരുന്നു നമുക്ക് തന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിലെ ഓരോ രൂപത്തിനും ഓരോരോ നിറം നൽകാനായിട്ട്, അതായത് വൃത്തത്തിന് മഞ്ഞ നിറം, ചതുരത്തിന് ചുവപ്പ് നിറം, സമചതുരത്തിന് നീല നിറം, അതുപോലെ തന്നെ ത്രികോണത്തിന് വേറെ എന്തെങ്കിലും ഒരു പച്ച നിറം, ഇതേ രീതിയിലായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നിറം നൽകാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഓരോ രൂപവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പട്ടിക പൂർത്തീകരിക്കാനായിട്ടുണ്ടായിരുന്നു. ആ പട്ടിക എന്താന്ന് വെച്ചാല് ഈ ഓരോ രൂപങ്ങളുടെയും പ്രത്യേകതകൾ എഴുതാനായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പൊ ചതുരാന്ന് വിചാരിക്കാം. ചതുരത്തിന് പ്രത്യേകത എന്താണ്? എത്ര മൂലകളുണ്ട് മക്കളെ? 4 മൂലകളുണ്ട് അല്ലെ. അതുപോലെ എന്തുണ്ട്? 4 മൂലകളും അതുപോലെ തന്നെ 4 വശങ്ങളും ഉണ്ട്. ഇനി ത്രികോണത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴോ എത്ര മൂലകളാണുള്ളത്? 3 മൂലകളാണുള്ളത് അല്ലെ. വരയ്ക്കേണ്ട ആവശ്യമുണ്ടോടാ? എത്ര മൂലകളാണുള്ളത്? 1, 2, 3 മൂലകളാണ് അല്ലേ. എത്ര വശങ്ങളുണ്ട്? ഇവിടെ ഒരു വശം, ഇവിടെ ഒരു വശം, ഇവിടെ ഒരു വശം, 3 വശങ്ങളുമാണുള്ളത്. മനസ്സിലായോ? ചതുരത്തിന് 4 മൂലകളും 4 വശങ്ങളും, വൃത്തത്തിന് 3 മൂലകളും, ത്രികോണത്തിന് 3 മൂലകളും 3 വശങ്ങളും. എങ്കിൽ വൃത്തത്തിന്റെ കേസിലോട്ട് വരുമ്പോ എന്താ സംഭവിക്കുന്നത് മക്കളെ? വൃത്തം എന്താണ്? വശങ്ങളുണ്ടോ? ഇല്ല അല്ലെ. മൂലകളുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഈ രൂപങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ കൂടി മക്കള് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്ന നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അവിടെ ചതുരവും സമചതുരവും മാത്രം ഒന്ന് മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. ഓക്കെ മക്കളെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചർ ഇവിടെ എഴുതി വെച്ചത്. ഇനി ഇത് ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിച്ചോ. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ഒരു പവൻ എന്ന് പറയുന്നത് 8 ഗ്രാം ആണ് കേട്ടോ. ഒരു പവൻ എന്ന് പറയുന്നത് എത്രയാണ്? 8 ഗ്രാമിനെയാണ് ഒരു പവൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ് കേട്ടോ. ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അടുത്തത് ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാമിനെയാണ് നമ്മൾ ഒരു കിൻഡൽ എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ് അല്ലെ. അത് ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. പിന്നെന്താണ് ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 12 എണ്ണം അല്ലെ. അത് ഒരു പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. ഒരു ഡസൻ വള എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 എണ്ണമാണ്. അപ്പൊ ഇവിടെ മക്കൾക്ക് മെയിൻ ആയിട്ടും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഒരു കിൻഡൽ, അതുപോലെ തന്നെ ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ മക്കളെ, ഇനി പിന്നെ നമുക്ക് വരാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ടീച്ചർ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് ഓരോ ചിത്രത്തിന് ഓരോ പേര് കൊടുക്കാം കേട്ടോ. ഇത് എ, ഇത് ബി, ഇത് സി. ഈ തന്നിട്ടുള്ള ചിത്രത്തില് 2ൽ 1 ഭാഗം, അതായത് അരഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണ്? എ ഉണ്ടോ, ബി ഉണ്ടോ, സി ഉണ്ടോ എന്ന് പറഞ്ഞേടാ. എ എന്താണ്? ഇത് എത്ര ഭാഗമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ? 2ൽ 1 ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഈ ത്രികോണത്തെ നമ്മൾ 2 തുല്യ ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗത്തിന് മാത്രം എന്ത് ചെയ്തു? നിറം നൽകി അല്ലെ. അപ്പൊ ഇതെന്താണ്? അരഭാഗമാണ് അല്ലെ. 2ൽ 1 ഭാഗം.
ഇനി അടുത്തത് ബി നോക്കിക്കേ മക്കളെ. ബി എന്ന് പറയുന്ന പിക്ചറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ എത്ര ഭാഗത്തെ നമ്മൾ ഷെയ്ഡ് ചെയ്തു, 2 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തു അല്ലേ. 4ആക്കി ഡിവൈഡ് ചെയ്ത് 2 നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. എങ്കിൽ ഇത് എത്രയാ മക്കളെ, 2ൽ 1 ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 4ൽ 2 എന്ന് പറയാം അല്ലെ. 4ൽ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, 2ൽ 1 എന്ന് പറഞ്ഞാലും എന്താണ്, കറക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതും എന്താണ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഇവിടെ നോക്കിക്കേടാ, ഇവിടെ എത്രയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 4 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. എത്ര ഭാഗത്തിനാണ് നമ്മൾ നിറം നൽകിയിട്ടുള്ളത്, 4ൽ 3 ഭാഗമാണ് നിറം നൽകിയത്. ഇത് അര ഭാഗത്തിന് തുല്യമാണോ, അല്ല അല്ലെ. അപ്പം ഇങ്ങനെ മക്കൾക്ക് ഒരു പിക്ചർ തന്നുകൊണ്ട് ഭാഗങ്ങൾ ഇതേ രീതിയിൽ നിറം നൽകിയിട്ട് അത് എത്ര ഭാഗമാണ് എന്ന് കണ്ടെത്താനൊക്കെ മക്കൾക്ക് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഈ അര ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിനും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലോട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചോദ്യം മക്കൾക്ക് വരും കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത് നമുക്ക് മുന്നേ വർഷം ചോദിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു ചിത്രം തന്നു, എന്നിട്ട് ചുവടെയുള്ള ചിത്രത്തില് 4ൽ 3 ഭാഗം എന്താ പറയാ വരയ്ക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 4ൽ 3 ഭാഗം വരയ്ക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള ചതുരത്തെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 4 ഭാഗമായിട്ട് കട്ട് ചെയ്യണം അല്ലേ. ഇനി ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി അതല്ല, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, 4 തുല്യ ഭാഗമാക്കിയാൽ മതി. ഇതുപോലെ വരച്ചാലും മതി കേട്ടോ. 1 2 3 4 അല്ലേ. 4 തുല്യ ഭാഗമാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം മുറിച്ചു. നമ്മളിത് എന്താണ് പറഞ്ഞത്, 4ൽ 3 ഭാഗത്തിനാണ് ഷെയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിലുള്ള 3 ഭാഗത്തെ എന്ത് ചെയ്യാ മക്കള് കളർ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ. അപ്പൊ ഇതുപോലെ മക്കൾക്ക് എന്ത് വരാം, ഒരു ചോദ്യം വരാം. ആ ഭാഗം കൂടി എന്ത് ചെയ്യാ മക്കള് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾ എന്ത് പഠിക്കണം, നാളത്തെ എക്സാം മാത്സ് ആണ്. അപ്പം ഗുണന പട്ടിക നിർബന്ധമാണ്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും അധികം ചോദിക്കാറില്ല. എങ്കിലും എന്ത് ചെയ്യുക, ചിലപ്പം വരാറൊക്കെ ഉണ്ട് കേട്ടോ. ഗുണനക്രിയകൾ ചെയ്യാനായിട്ട് ഡയറക്റ്റ് വരാറുണ്ട്. ഇല്ലെങ്കിൽ എന്ത് വരും, നമുക്ക് ഏതെങ്കിലും പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അതിൽ എന്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കും, ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയുള്ള ആവശ്യം ഉണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് ഇപ്രാവശ്യം വന്ന ക്രിയകളൊക്കെയാണിത്. 40 × 20 ചെയ്യാനുണ്ടായിരുന്നു, 30 × 20, 45 × 20 ഒക്കെ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആനുവൽ എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ, അതായത് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യാണ്, സ്കൂളിൽ നിന്ന് 20 രൂപയുടെ സ്റ്റാമ്പ് വിതരണം ചെയ്യാണ് കേട്ടോ. ഒരു കുട്ടിക്ക് നൽകുന്ന സ്റ്റാമ്പിന്റെ വില എത്രയാണ്, 20 രൂപയാണ്. എങ്കിൽ ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിൽ 40 കുട്ടികൾ, 2ാം ക്ലാസ്സിൽ 30 കുട്ടികൾ, 3ാം ക്ലാസ്സിൽ 45 കുട്ടികൾ. ഇതേ രീതിയിൽ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് കൊടുത്ത സ്റ്റാമ്പിന്റെ വില എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 20 രൂപയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ ഓരോ ക്ലാസ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള രൂപ എത്രയാണ് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം, നമുക്കറിയാലോ, ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം നമുക്കറിയാം. നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 40 തന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സ്റ്റാമ്പിന്റെ വില എത്രയാണ്, 20 തന്നിട്ടുണ്ട്. എങ്കിൽ ആ ക്ലാസ്സിലെ ടോട്ടൽ എത്ര രൂപ കിട്ടി എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ എണ്ണം ഇൻറ്റു എന്ത് ചെയ്യണം, ഒരു സ്റ്റാമ്പിന്റെ വില ചെയ്യണം അല്ലേ. അപ്പൊ 40 ഗുണം എന്ത് ചെയ്യണം, 20 എന്ന് ചെയ്യണം. അത് ചെയ്താൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്ത്, ആ ക്ലാസ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള രൂപ. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് ചോദ്യങ്ങൾ വരാം. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഹരിക്കാനുള്ള ക്രിയകളും നമുക്ക് എന്ത് വരും, ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ വരും കേട്ടോ. അപ്പം ഗുണനവും അതുപോലെ തന്നെ ഹരിക്കാനുള്ള കാര്യങ്ങളും മക്കള് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാറ്റേൺ ആണ് കേട്ടോ. പാറ്റേൺ പൂർത്തിയാക്കാനുള്ള ഒരു ചോദ്യം വരും. അപ്പൊ ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സംഖ്യകളല്ല, മിക്കപ്പോഴും കണ്ടുവരുന്നത് 4 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന പാറ്റേൺസ് ആണ് കേട്ടോ. 4 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന പാറ്റേൺസ് ആണ് നമുക്ക് പൊതുവെ ചോദിച്ച് കാണാറുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. 4 അക്ക സംഖ്യകൾ വരുന്ന പാറ്റേൺസ് ഒന്ന് നോക്കി വെക്കുക. അതും ടീച്ചർ എന്ത് ചെയ്യാം, ഈ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ മക്കള് നന്നായിട്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഗുണന പട്ടിക മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചുറ്റളവ് കാണാനുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. അത് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ കൂടി അതൊക്കെ നോക്കുക കേട്ടോ. ചിലപ്പം ഏതെങ്കിലും തോട്ടത്തിൻ്റെയൊക്കെ അളവുകളൊക്കെ തന്നുകൊണ്ട് ആ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാൻ എത്ര രൂപയായിരിക്കും, അല്ലെങ്കിൽ എത്ര മീറ്റർ വേണം വേലി കെട്ടേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക.
നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ടീച്ചർ പറയുന്നില്ല കേട്ടോ. ചുറ്റളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കളൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇതുകൊണ്ട് തീർന്നില്ല, ടീച്ചർ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ടീച്ചർ ഇട്ട് അതും കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക കൂട്ടുകാരെ എക്സാമിന് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.